ഇന്നലെ ഞാൻ വെറുതെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമാ നടനായ അജു വർഗീസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടത്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചാണ്, അറിയോ? അപ്പൊ അതെന്തുകൊണ്ട് എനിക്ക് പറ്റി? ആ വീഡിയോ കണ്ടപ്പോ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നും എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കണമെന്നും എനിക്ക് തോന്നി. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. ആരൊക്കെ നേരത്തെ കണ്ടു ഇല്ല എന്ന് കൂടി നമുക്കറിയാലോ. അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ വേണം. സോ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു വാർത്തയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗത്തെ പറ്റി, പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ. എന്നാൽ സിനിമാ ഫീൽഡിൽ മാത്രമല്ല, ചെറുപ്പക്കാരുടെയും കുട്ടികളുടെ ഇടയിൽ വരെ ഇത് വർദ്ധിച്ചു വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് കേട്ടുവരികയാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരുന്നു അജു വർഗീസിനോട് ചോദിച്ചത്. അപ്പോൾ അജു വർഗീസ് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നൊരു കാര്യം, മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കൃത്യമായി അറ്റൻഷൻ കൊടുക്കാൻ ഇന്ന് സമയമില്ല. അതെ, ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ന് ഒരുപാട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വരുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പഴിക്കുന്നത് അല്ലെങ്കിൽ കുറ്റം പറയുന്നത് ഇന്നത്തെ കാലത്തെയാണ്, അല്ലെങ്കിൽ 2K കിഡ്സിനെയാണ്. നമ്മൾ എപ്പോഴും പറയും ഇന്നത്തെ കാലം നശിച്ചു പോയി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരുപാട് ദുരുപയോഗം കാരണമാണ് കുട്ടികൾ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയാകുന്നതാണ്. അത് ശരിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ് പേരന്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും കുട്ടികളെ 18 വയസ്സ് താഴെ വരുന്ന കുട്ടികൾ നമ്മൾ പറയില്ലേ, അവരിലോട്ട് ഒരു രീതിയിലുള്ള കുറ്റവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുട്ടി സ്മോക്ക് ചെയ്യാനോ ഡ്രിങ്ക് ചെയ്യാനോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട്ടുകാർ ആദ്യം ബ്ലെയിം ചെയ്യാൻ പോകുന്നത് ആ കുട്ടിയുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും. നിന്റെ നശിച്ച ഫ്രണ്ട്സ് ആണ് നിന്നെ നശിപ്പിക്കുന്നത്. നിന്നോട് ഞാൻ പലതവണയും പറഞ്ഞിട്ടില്ല അവരോട് സംസാരിക്കരുത്. അങ്ങനെ ഒരു ബ്ലെയിമിലേക്കായിരിക്കും പാരന്റ്സ് പോകുന്നത്. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കി മാറ്റുന്നതിന്റെ ആദ്യത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പാരന്റ്സ്, കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സ്, കുട്ടിയുടെ ആദ്യത്തെ കസിൻസ്, നെയ്ബേഴ്സ്, കുട്ടി എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, അതുപോലെ തന്നെ കുട്ടിയുടെ ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റോൾ ഉണ്ട്. ഒരിക്കലും അവര് ബ്ലെയിം ചെയ്യപ്പെടേണ്ടതല്ല. അവര് എന്തിന്റെ റിഫ്ലക്ഷൻ ആണെന്നറിയോ? അവരുടെ ചുറ്റുമുള്ള ഫസ്റ്റ് സർക്കിളായ അവരുടെ പാരന്റ്സ്. ഒരു കുട്ടി ചിന്തിക്കാൻ പഠിക്കുന്നത്, ലോകം എന്താണെന്ന് ആദ്യം പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അതിനുശേഷം മാത്രമാണ് ഫ്രണ്ട്സിലേക്ക് വരുന്നത്. പിന്നെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ അങ്കിൾസ്, റിലേറ്റീവ്സ്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബാഡ് വൈബ് കിട്ടിയാലോ റോങ് ഗൈഡൻസ് കിട്ടിയാലോ അത് അവരിൽ പതിയും, അവർ അബ്സോർവ് ചെയ്യും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പല പാരന്റ്സും ചിലപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്, ഞാൻ എന്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്ന്. അങ്ങനെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തത് കൊണ്ടൊന്നും ഈ ലോകത്ത് ആരും മാറാൻ പോകുന്നില്ല. ഇപ്പോ അജു ഇവിടെ ചോദിക്കുന്നത് പോലെ തന്നെ എത്ര പാരന്റ്സ് കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്? കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ പല പാരന്റ്സും വിചാരിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത് കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കണം, നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളതാണ്. ആൻഡ് കുട്ടിയെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി പല പാരന്റ്സും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഘടകമാണ് കാശ് ഉണ്ടാക്കുക എന്നുള്ളത്. കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റൂ, നല്ല നിലയിൽ അവർ എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കാശിന്റെ പുറകെ പോകുന്ന സമയത്ത് പലപ്പോഴും പാരന്റ്സ് കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ അവരായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് പാരന്റ്സിന്റെ ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ മകനെ പറ്റി അല്ലെങ്കിൽ മകളെ പറ്റി ആൾക്കാർ നല്ലത് പറയണം, ആരും ചീത്ത പറയരുത്, സ്കൂളിൽ പോലും ടീച്ചർമാര് ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ ഒരു പ്രഷർ കൂടി കുട്ടികൾക്ക് പാരന്റ്സ് പലപ്പോഴും കൊടുക്കാറുണ്ട്. ഞാൻ ഒരു ഗ്രേറ്റ് പാരന്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ പഠിക്കുകയാണ്. പലപ്പോഴും പാരന്റ്സ് കുട്ടികളോട് പറയും, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ ജോലി എടുക്കുന്നത്, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷെ ഇത് കുട്ടികൾക്ക് മനസ്സിലാവില്ല. ബിക്കോസ് കുട്ടികൾക്ക് വേണ്ടത് പാരന്റ്സ് അടുത്തിരുന്ന് അവരെ മനസ്സിലാക്കുക, അടുത്തിരുന്ന് അവരുടെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അവർക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാട് എത്ര കുട്ടികളോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാകാതെ വരുമ്പോൾ പല പാരന്റ്സും കുട്ടികളെ ഒരുപാട് കുറ്റപ്പെടുത്തും, വഴക്ക് പറയും. മനസ്സിലാക്കുക, കുട്ടികൾക്ക് അത്രയും ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയായിട്ടില്ല, എക്സ്പീരിയൻസുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞവരെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ശരിയായ കാര്യമല്ല. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അവരെ മദ്യത്തിനും മയക്കുമരുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് അടുത്ത വീഡിയോ ക്ലിപ്പ് കാണാം. എനിക്ക് 40 വയസ്സായി. 1985 ജനിച്ചാണ്. അന്നുണ്ടായിരുന്ന ട്രോമയെക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രോമാസ്. അത് അഡ്രസ് ചെയ്യപ്പെടണം. ഒരുപാട് ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. കുട്ടികൾക്ക് എന്ത് സ്ട്രെസ്, എന്ത് സുഖമായ ജീവിതമാണല്ലേ, ഞാനൊക്കെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുവെന്ന്. വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടിക്കാലത്ത് അതിൻ്റെതായ സ്ട്രെസ്സുകളുണ്ട്. ആൻഡ് പണ്ടത്തെ കുട്ടികളെക്കാൾ ഇന്നത്തെ കുട്ടികൾക്ക് സ്ട്രെസ് ഒരുപാടാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയ നമ്മൾക്ക് അങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല. അതിന് കാരണം സോഷ്യൽ മീഡിയ നല്ലതുമാണ്, അതുപോലെ തന്നെ ചീത്തയുമാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത്, പലപ്പോഴും സോഷ്യൽ മീഡിയ കാരണം തന്നെ കുട്ടികൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും, ട്രെൻഡിനനുസരിച്ച് ജീവിക്കണം, മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആകാൻ നോക്കേണ്ടി വരും. ഇങ്ങനെ
ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു സ്ട്രെസ്സാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതൊരു സ്ട്രെസ്സാണ്. പലപ്പോഴും പാരന്റ്സ് പറയും ഇതൊക്കെ എന്തിനാ മാറ്റർ ആക്കുന്നത്, കുട്ടികളുടെ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കണം, അത് ചെയ്താൽ പോരെ, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ല കുട്ടികൾ ചിന്തിക്കുന്നത്. അവർ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്താണ്. അവർ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്, അവരുടെ കൂടെ നിൽക്കുന്നവരെ കാണുന്നുണ്ട്. അവർക്ക് അവരായിട്ട് ചേർന്ന് പോകണമെങ്കിൽ ഇന്നത്തെ ട്രെൻഡും കാര്യങ്ങളും ഒരു മനസ്സിലാക്കിയേ പറ്റൂ. ആൻഡ് അതൊരു പ്രഷറാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, ഇന്നത്തെ കാലത്തെ വലിയ ആൾക്കാർക്ക് വരെ ആ പ്രഷർ ഇപ്പോഴുണ്ട്. അപ്പൊ കുട്ടികൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ കാലത്ത് ജീവിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം ഉണ്ടാകും. ആൻഡ് അത് ഒരുപാട് പാരന്റ്സിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് ആദ്യത്തെ പ്രശ്നം. പാരന്റ്സിന് കുട്ടികൾ ചിന്തിക്കുന്ന രീതി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പാരന്റ്സ് എപ്പോഴും അവരെങ്ങനെയാണോ വളർന്നത് അവരുടെ കാലഘട്ടത്തിൽ സ്റ്റക്കായിട്ട് അതേ രീതിയിൽ തന്നെയാണ് കുട്ടികളെ വളർത്താൻ നോക്കുന്നത്. അതായത് ഇന്നത്തെ കുട്ടിയെ നമ്മൾ ഇന്നലത്തെ രീതികളിലാണ് വളർത്താൻ ശ്രമിക്കുന്നത്. അത് മാത്രമല്ല, കുട്ടി എന്ന് പറയുന്നത് നാളത്തെ മുതിർന്ന ഒരാളാകേണ്ടതാണ്. സോ നാളത്തെ സമൂഹത്തിന് വേണ്ടി നമ്മൾ ഇന്നലെ വെച്ച് ഒരാളെ വളർത്തുകയാണെങ്കിൽ അത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആൻഡ് ആ ഒരു സ്ട്രെസ് താങ്ങാതെയാകുമ്പോൾ എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള ഫീല് കുട്ടിക്ക് വരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ കുട്ടി പാരന്റ്സിൽ നിന്ന് മാറി വേറെ ആൾക്കാരിലേക്ക് ആശ്രയം തേടും. അല്ലെങ്കിൽ കുട്ടി പാരന്റ്സിൽ നിന്ന് മാറി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാനുള്ള സാധ്യത കൂടുതലാണ്. പാരന്റ്സ് നല്ല രീതിയിൽ വളർത്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് ഉപദേശിക്കുക, വഴക്ക് പറയുക, അടിക്കുക എന്നുള്ളതല്ല. നല്ല രീതി എന്ന് പറയുന്നത് കുട്ടിയെ ആ കുട്ടിയുടെ ഇമോഷൻസോട് കൂടി മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ കുട്ടി ഒരു വിഷമം പറയുന്ന സമയത്ത് ഇതൊക്കെ ഒരു വിഷമമാണോ എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ ഒട്ടും നമ്മൾ അംഗീകരിക്കുന്നില്ല, റെസ്പെക്ട് ചെയ്യുന്നില്ല. പിന്നീട് ആ കുട്ടിക്ക് ഒരു പ്രശ്നം വന്ന് പറയാൻ തോന്നും. പാരന്റ്സ് ഷുഡ് ബി ദ ഫ്രണ്ട് ഓഫ് ദി ചിൽഡ്രൻ. ആ ട്രോമാസ് അഡ്രസ് ചെയ്യപ്പെടാതെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കാനോ മുത്തശ്ശനോ സംസാരിക്കാനോ ഇല്ലാത്ത കുട്ടികൾ നാച്ചുറലി ഇങ്ങനത്തെ ഉള്ള ഒരു അഭയങ്ങൾ കിട്ടുമ്പോൾ അവർക്കറിയില്ല. പലതരം പാരന്റിംഗ് ടൈപ്പ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ഒരു ഗ്രേറ്റ് പാരന്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ പഠിക്കുകയാണ്. ഇവിടെ അജു വർഗീസ് പറയുന്നത് പോലെ തന്നെ ഞാൻ ഇപ്പോഴും പാരന്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പാരന്റിംഗ് എന്ന് പറയുന്നത് പഠിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. നമ്മൾ ജന്മന നമുക്ക് കിട്ടുന്ന ഒരു സ്കില്ലേ അല്ല. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പാരന്റ്സ് നമ്മളെ എങ്ങനെ വളർത്തി അതനുസരിച്ചായിരിക്കും മക്കളെ വളർത്താൻ പോകുന്നത്. അല്ലെ നമ്മുടെ കൾച്ചർ നമുക്ക് എന്ത് പറഞ്ഞു തന്നോ അതനുസരിച്ചാണ് നമ്മൾ വളർത്താൻ പോകുന്നത്. ഒന്നേ ഉള്ളൂ എങ്കിലും ഒലയ്ക്ക് കടിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതൊക്കെ ആക്ച്വലി തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ അതേ രീതിയിൽ മക്കളെ വളർത്താൻ നോക്കും. കാലം മാറി, ഇന്ന് കുട്ടികൾ ചിന്തിക്കുന്ന രീതി മാറി. നമ്മൾ അതനുസരിച്ച് മനസ്സിലാക്കണം. നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളുടെ കാലത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് അത് ചെയ്യുന്നത് കാണുമ്പോൾ അത് തെറ്റായിട്ട് നമുക്ക് തോന്നാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നു, എന്താണ് അതിന്റെ തെറ്റും ശരിയും എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അവരുടെ കൂടെ ഇരിക്കുക. അവർക്ക് തോന്നണം നിങ്ങൾക്ക് അവരെ മനസ്സിലാവുന്നുണ്ടെന്ന്. അവർക്ക് തോന്നണം നിങ്ങൾ അവരുടെ ശത്രുവല്ല എന്ന്. പലപ്പോഴും കുട്ടികൾക്ക് പാരന്റ്സ് ശത്രുക്കളെ പോലെയാണ് തോന്നുന്നത്. പാരന്റ്സിന് കുട്ടികളെ മനസ്സിലാവുന്നില്ല എന്നാണ് കുട്ടികൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഇരിക്കുക, കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ കേൾക്കാൻ ഒരാളുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്റെ പാരന്റ്സ് എന്ന് അറിയുമ്പോൾ അവർ നിങ്ങളോട് എല്ലാ കാര്യവും പറയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കേസുകൾ, അതായത് മദ്യത്തിനും മയക്കുമരുന്നിന്റെയും അടിമകളാകുന്ന കുട്ടികളെ നമുക്ക് ഒരുപാട് പേരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റും. കുറ്റപ്പെടുത്തലുകളും വഴക്ക് പറച്ചിലുകളും ഈ പ്രശ്നം കൂട്ടുകയുള്ളൂ. സോ എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ കുട്ടികളെന്ന് പറയുമ്പോൾ പ്രധാനമായും ഞാൻ പറയുന്നത് ടീനേജേഴ്സിനെ പറ്റിയാണ്. ടീനേജ് എന്ന് പറയുന്ന ഒരു പ്രായം ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രായമാണ്. ആ സമയത്താണ് ഒരു കുട്ടി ശരിക്കും വളരുന്നത്. ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒക്കെ വളരുന്ന ഒരു ടൈമാണ് ടീനേജ് എന്ന് പറയുന്നത്. ആൻഡ് ആ ടൈമിലാണ് കുട്ടി പാരന്റ്സുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കാത്ത പല പാരന്റ്സും ഒരുപാട് പ്രശ്നം ആ കുട്ടിയുടെ ലൈഫിലും ക്രിയേറ്റ് ചെയ്യും. ടീനേജ് ആവുന്ന സമയത്ത് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ടീനേജ് ആവുന്ന സമയത്ത് കുട്ടികൾ പാരന്റ്സിനെ എതിർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് അതിൽ വലിയ തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെയാണ് ഡെവലപ്മെന്റൽ പ്രോസസ്. ആ ഒരു രീതിയിലൂടെ അവർ കടന്നുപോയി പിന്നീട് അവർ മാറില്ല എന്നല്ല, പിന്നീട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർ ഉറപ്പായിട്ട് മാറും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്നത്. ഈ പ്രഷർ കൊടുക്കുമ്പോഴാണ് അവര് താങ്ങാൻ പറ്റാതെ ആകുമ്പോൾ ചിലപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാൻ പോകുന്നതും. ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഞാൻ ഓർക്കുന്നു. ഐ തിങ്ക് മിസ് യൂണിവേഴ്സ് പറഞ്ഞ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മിസ് യൂണിവേഴ്സ് കോമ്പറ്റീഷനിൽ അവരോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, ഈ ലോകത്തെ ഏറ്റവും വലിയ അനീതി എന്താണ് എന്നാണ്. ആ സമയത്ത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, is to bring a child into the world and not even be able to offer him or her peace. ഈ ലോകത്ത് ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ട് ആ കുട്ടിക്ക്
സമാധാനം കൊടുക്കാത്തത് അല്ലെങ്കിൽ ആ കുട്ടിയെ ഉത്തരവാദിത്തത്തോടെ വളർത്താത്തതാണ് എന്നാണ്. നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ പാരന്റിങ് ഈസ് എ സ്കിൽ. പാരന്റ്സ് കുട്ടികളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ വളർത്താനും നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം. പക്ഷെ ആ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയി പോകും. അതിന് കാരണം ആ കഷ്ടപ്പാടൊന്നും അവർക്ക് സ്നേഹമായിട്ട് മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ല. അവർക്ക് വേണ്ടത് പാരന്റ്സ് അടുത്തിരിക്കുക, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അവരെ അവരായിട്ട് മനസ്സിലാക്കുക. അവര് പറയുമ്പോൾ അപ്പൊ തന്നെ എതിർത്ത് സംസാരിക്കുക എന്നുള്ളതല്ല. കുട്ടികൾ അവരുടെ ഒരു പ്രശ്നം പറയുമ്പോൾ അത് അവരുടെ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവർ പലരിലും പല വസ്തുക്കളിലും അഭയം തേടാൻ തുടങ്ങും. ബി കെയർഫുൾ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.